സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ അവിടെ ഓറഞ്ച് അലർട്ടാണ്. രാവിലെ മുതൽ ഇടവിട്ട ജില്ലയിൽ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട്. തൃക്കുന്നപ്പുഴ പാനൂരിൽ കടൽക്ഷോഭം ശക്തമാണ്. തെങ്ങുകൾ കടപുഴകി വീണിട്ടുണ്ട്. അത് തീരദേശ മേഖലയിൽ ആലപ്പുഴ ജില്ലയിലും നാശനഷ്ടങ്ങൾ ഒട്ടും കുറവല്ല. ശക്തമായ കാറ്റിൽ നിരവധി ഭാഗങ്ങളിൽ മരം കടപുഴകി വീണു. വൈദ്യുതി ബന്ധങ്ങൾ തകരാറിലായി. വാഹന ഗതാഗതം മിക്കയിടങ്ങളിലും തടസ്സപ്പെട്ടു. തീരദേശങ്ങളിൽ ശക്തമായ കടൽക്ഷോഭമുണ്ട്. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശം കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പാടശേഖരങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ആലപ്പുഴയിലെ തീരദേശ മേഖലയിലും ദുരിതം വളരെയേറെയാണ്. അവിടെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തൃക്കുന്നപ്പുഴ ഭാഗം നമ്മൾക്കറിയാം, അത് തീരദേശ മേഖലയാണ്. നിരവധി മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖല. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. നിഷ ദിലീപ് ചേരുന്നു. നിഷ, തൃക്കുന്നപ്പുഴ ഭാഗങ്ങളിൽ കടൽക്ഷോഭം ശക്തമാണല്ലോ. കൂടുതൽ വിവരങ്ങൾ നിഷ ദിലീപ്. വിനോദ്, ആലപ്പുഴയുടെ തെക്കൻ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നപ്രയിലെ ഒരു കടപ്പുറത്താണ്. പുന്നപ്ര നർബോണ കടപ്പുറമാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ കാറ്റാണ്, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കടൽ കയറ്റവുമുണ്ട്. ഇവിടുത്തെ മരങ്ങളെല്ലാം പിഴുത് വീണ അവസ്ഥയിലാണ്. ശക്തമായ കടലാക്രമണത്തിലാണ് ഇന്ന് രാവിലെ ഈ മരങ്ങളൊക്കെ പിഴുത് വീണിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പുന്നപ്രയിലും പറവൂരിലും വളഞ്ഞ വഴിയിലും ഒപ്പം തൃക്കുന്നപ്പുഴയിലും ഒക്കെ ശക്തമായ കടൽക്ഷോഭമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. ഈ കടലിൻ്റെ സമീപത്ത് നിൽക്കുന്ന തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ കടപുഴകി വീണ് വലിയ നാശനഷ്ടങ്ങൾ സമീപത്തെ വീടുകൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മണൽച്ചാക്കുകളൊക്കെ അടുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കടലൊന്ന് ശമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ മണൽച്ചാക്കൊക്കെ മണൽച്ചാക്കൊക്കെ വെച്ച് തടഞ്ഞുകൊണ്ട് ഈ റോഡടക്കം സംരക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് തീരദേശവാസികൾ ഉന്നയിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു റോഡാണ്. ഈ റോഡിൻ്റെ ഒരു പകുതിയിലേറെ ഭാഗം ഇത്തരത്തിൽ കടൽ കയറി ഇതിനു മുൻപുള്ള കടൽ കയറ്റത്തിൽ പോയതാണ്. ഇവർ ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇനി അടുത്ത ദിവസം ഇതുപോലെ കടൽ കയറുകയാണെങ്കിൽ വീണ്ടും ഈ റോഡടക്കം പോകും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ മണൽച്ചാക്ക് അടുക്കി വെച്ചിരിക്കുന്നത് റോഡിലാണ്. റോഡിലേക്ക് കടൽ കയറുന്നത് തടയാൻ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായി നിരവധി വീടുകളുണ്ട്. ഈ വീടുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായി തീരദേശവാസികൾ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഈ വീടുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മണൽച്ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഏറെ നാളായി തീരദേശവാസികൾക്കുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് സംരക്ഷണ ഭിത്തി വേണമെന്നുള്ളതാണ്. ചേച്ചി, ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് ഇങ്ങനെ കടലാക്രമം വരുന്നത്? അത് എത്രയും പെട്ടെന്ന് ഇവിടെ റെഡിയാക്കണം എന്നാ പറയുന്നത്. നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടൊക്കെ പറഞ്ഞതല്ലേ? പഞ്ചായത്ത് മെമ്പറിനോട് പറഞ്ഞെന്ന് തോന്നുന്നത്. ഇവരോടൊക്കെ ചോദിച്ചാറ് അവരെ കാണുകളൊക്കെ. വെള്ളം കയറുമോ വീടുകളിലേക്കുള്ള? ഇവിടെ കടൽ ക്ഷോഭമാകുമ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. പെരടത്തൊക്കെ വെള്ളമാണ്, മൊത്തം വെള്ളം കയറി. അവിടെ ഇന്നിൻ്റെ രാവിലെ വെള്ളം നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ പൊഴി മുറിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇച്ചിരി വെള്ളം താറിയത്. ഭയങ്കര വെള്ളം. ഞങ്ങൾക്ക് രാത്രി കിടക്കാൻ പേടിയായി. ഇപ്പോൾ വെച്ചാൽ ഇത്ര ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നമായത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ കടൽഭിത്തി ഇട്ടാലേ ഞങ്ങൾ സമാധാനത്തോടെ കിടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എപ്പോൾ തുടങ്ങി കടൽക്ഷോഭം? ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മാസമായിപ്പോൾ, ഇത് മാസങ്ങളായിപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയിട്ടൊക്കെ. മഴ കൂടിയപ്പോൾ ശക്തമായി. മഴ കൂടിയപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇതായി. ഇവിടെ നിന്ന് മരങ്ങൾ മൊത്തവും പോയി. നിറച്ചും മരം ഉണ്ടായിരുന്നു, മൊത്തവും പോയതാ. ഇനിയിട്ട് അവരോടൊക്കെ ചോദിച്ചാൽ അവരും നമ്മളിവിടെ നിൽക്കുന്ന റോഡല്ലേ? റോഡെല്ലാം മുറിഞ്ഞ് പോവുകയാണ്. ഇപ്പം എന്നാൽ ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പള്ളിയുടെ ഇവിടം വരെ കടൽ കയറും. പള്ളിയാണ് നിൽക്കുന്നത്. വിനോദ്, തീരദേശവാസികളുടെ അവസ്ഥ ഏതാണ്ട് ഇത്തരത്തിൽ തന്നെയാണ്. ജില്ലയുടെ തെക്കുവടക്കൻ തീരദേശ മേഖലകളിൽ കടലാക്രമണം അതിരൂക്ഷമാണ്. മഴ ശക്തി പ്രാപിച്ചതോടെ ഒപ്പം തന്നെ കാറ്റും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികളുടെ വീടുകൾ, അവർക്ക് രാത്രിയിൽ അവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സമീപത്തെ മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. ഒപ്പം തന്നെ കടൽ കരയിലേക്ക് ഇടിഞ്ഞു കയറുന്നുണ്ട്. കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. കടൽഭിത്തി ഇല്ലാത്ത പുന്നപ്ര, തൃക്കുന്നപ്പുഴ, പറവൂർ പോലുള്ള സ്ഥലങ്ങൾ, വളഞ്ഞവഴി പോലുള്ള സ്ഥലങ്ങളിൽ കടലാക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്.
എന്തായാലും മഴ കനക്കുന്നതനുസരിച്ച് ഈ അത്യാവശ്യമെങ്കിൽ ഈ തീരദേശവാസികളെ അടക്കം ഒപ്പം തന്നെ മഴക്കെടുതികൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെ അടക്കം മാറ്റാനായി 300-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മഴക്കെടുതികൾ നേരിടാനായുള്ള അടിയന്തര സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങൾ പഞ്ചായത്ത് തലത്തിലൊക്കെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള കടലാക്രമണം ആലപ്പുഴ ജില്ലയുടെ തീരദേശ മേഖലകളിൽ തുടരുകയാണ്. വിനോദ്. അതെ, ആലപ്പുഴ ജില്ലയിൽ വലിയ കാലവർഷക്കെടുതി വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു. തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. പുന്നപ്ര അതേപോലെ തന്നെ തൃക്കുന്നപ്പുഴ അടക്കമുള്ള മേഖലകളിൽ കടലാക്രമണം വളരെ ശക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.